ബഹുമാനപ്പെട്ട ഗാന്ധിജിയെ ഞാൻ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ഈ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടും മനുഷ്യൻ കേട്ടാൽ അരയ്ക്കുന്ന നിലയിലുള്ള വൃത്തികെട്ട പ്രസംഗം അദ്ദേഹം നടത്തിയത്. ഞാൻ അങ്ങനെ ഒന്നും സോണിയാഗാന്ധിജിയെ മോശപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ്സിലുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ മദാമെന്ന് വിളിച്ചിട്ടില്ലേ അവരെ കോൺഗ്രസ് നേതാക്കന്മാർ. ഞാൻ ആ നിലയ്ക്കൊന്നും പോയില്ലല്ലോ. അതാ അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പരിഹസിക്കും. ഞാനാണ് എല്ലാത്തിനും അതീതനായിട്ടുള്ള വ്യക്തി. ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള സ്ഥിതി എന്നറിയാം, സമയം നീണ്ടു പോവുകയാണല്ലോ, കുറച്ച് സമയം കൂടുതലെടുത്തല്ലോ, കുറേ നല്ല കാര്യങ്ങളും പ്രഖ്യാപിച്ചല്ലോ. അസ്വസ്ഥനായിട്ടിരുന്ന് തിരിയണം, അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു പുറകോട്ട് തിരിയുന്നു, എണീക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് വേറെ ആരെ അദ്ദേഹം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വായുതന്ത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനെന്തായാലും മതിയാക്കി. അരൂരിനോട് മാത്രം ACC എന്താ ഇത്ര വലിയ ഔദാര്യം? വീണ്ടും ഇത്രയേറെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ട് വലിയ ഇളവ് കൊടുക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? പറഞ്ഞ അച്ചടക്കം പ്രശ്നമില്ല, പരസ്യ പ്രതികരണം നടത്താം, സർക്കാരിനെ പുകഴ്ത്താം, മോദിയെ പുകഴ്ത്താം. അരൂരിന് മാത്രം പ്രത്യേക ഇളവ് എന്താ? എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പാർട്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയായി പോയി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരവാദി ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസം ഏതാണ്? RSS സംഘ് പരിവാർ ഫാസിസം. അന്നും ഇന്നും ഇന്ത്യയിൽ ഏറ്റവും വലിയ ആപത്ത് ഏതാണ്? സംഘപരിവാറിന്റെ ഫാസിസം തന്നെയാണ്. എന്തുകൊണ്ട് 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 എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ അപ്പോഴാണ് 1948 ജനുവരി 30 നമ്മുടെ ഹൃദയത്തെ കൂട്ടിക്കൊണ്ടുപോവുക. ഞാനൊന്നും 1948 ജനിച്ച ആളല്ല. പക്ഷേ ജനിച്ചു വീഴുമ്പോൾ ഓർമ്മ വന്ന കാലത്ത്, ബുദ്ധി വന്ന കാലത്ത്, മനുഷ്യരായി ജീവിക്കാൻ തുടങ്ങിയ കാലത്ത്, അറിവും അക്ഷരങ്ങളും വായനയെയും ഹൃദയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന കാലത്ത് നമ്മൾ പഠിച്ചൊരു പാഠമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിനൊരു പിതാവുണ്ടായിരുന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, സാക്ഷാൽ മഹാത്മാഗാന്ധി. ആ മഹാമനുഷ്യനെ വെടിവെച്ച് കൊന്നതാരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. എന്തിനാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്? ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും സിഖുകാരനും ക്രൈസ്തവനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും പേർസി മതക്കാരനും മതമില്ലാത്തവനും ഇന്ത്യയിൽ ജനിച്ചവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്, ഇന്ത്യ ഒരു അഹിംസയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു വെളിച്ചമായി നിന്നത് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച മഹത്തായ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് സത്യം, അഹിംസ, സാഹോദര്യം, സഹവർത്തിത്വം, പരസ്പരമുള്ള ബഹുമാനം, വിട്ടുവീഴ്ച, എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഇൻക്ലൂഷൻ. അതിനെതിരായിട്ടാണ് RSSന്റെയും സംഘപരിവാറിന്റെയും ഫാസിസം ഏറ്റവും വലിയ ഭീകരവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെയിലൂടെ ഉപയോഗിക്കപ്പെട്ടത്. ഇന്ന് നമുക്ക് വലിയ വേദന ഉണ്ടാക്കുകയാണ്. നാഥുറാം വിനായക് ഗോഡ്സെയെ മഹത്വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഭരണകൂടം. മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനും ശ്രമിക്കുന്നു. ആ മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനും നാഥുറാം വിനായക് ഗോഡ്സെയെ മഹത്വൽക്കരിക്കാനും ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾ രാജ്യത്തിന് ആപത്താണ്. അവർ രാജ്യത്തിന് ശത്രുക്കളാണ്. ഒരുപക്ഷെ പുറത്തവർക്ക് വേണമെങ്കിൽ തൽക്കാലം അധികാരവും ഭരണവും ഉണ്ടാകും. ആത്യന്തികമായി ഈ രാജ്യത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, രാജ്യത്തിന്റെ മനസ്സിനെ നോയിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകളെ പുറകിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഈ ദുഷ്ടശക്തികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആപത്ത്. കരുതിയിരിക്കുക. അവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകളുമായി നടക്കുന്നുണ്ട്. അവരെ നമ്മൾ കരുതിയിരിക്കുക. ആ കരുതലാകണം ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മളെല്ലാവരെയും മനസ്സിലുണ്ടാകുന്നത്. മഹാത്മാഗാന്ധി മരിക്കില്ല. മഹാത്മാഗാന്ധി ഒരിക്കലും മരിച്ചിട്ടില്ല. ജീവിക്കും നമ്മളിലൂടെ. ഈ ആകാശത്തെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയും ഇന്ത്യയും നിലനിൽക്കുന്ന കാലം വരെ, നമ്മളെപ്പോലുള്ള ആളുകളുടെ ഹൃദയം നിലനിൽക്കുന്ന കാലം വരെ, നമ്മുടെ ആത്മാവിന്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ ഈ